ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു. ഇന്ന് നമുക്കൊരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വ്ളോഗ് എൻ്റെ ഓൺ വോയിസിൽ ഡയറക്റ്റായിട്ട് വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ എനിക്ക് നല്ല കോൾഡ്, അതുകൊണ്ട് തന്നെ വോയിസിന് നല്ല ഹൈ ആൻഡ് ലോ ഉണ്ട്, നല്ല തൊണ്ടയിൽ നല്ല കിച്ചും ഉണ്ട്. ഇപ്പോഴും എൻ്റെ വോയിസ് ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്തായാലും വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ മാമനെയും അപ്പച്ചീനെയും കുഞ്ഞമ്മച്ചീനെയും കസിൻസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശൂരനാട് ചക്കുള്ളിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് അറിഞ്ഞത്. എന്തായാലും അറിഞ്ഞല്ലേ മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ടത്തേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഇതെൻ്റെ കുഞ്ഞമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 4 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. ഈ സ്ഥലം ഏതാണെന്ന് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇവിടെ എന്നെ ഏറെ അട്രാക്ട് ചെയ്തത് ഇവിടുത്തെ ഉപ്പുമാങ്ങ എന്നുള്ളൊരു കടയാണ്. അവിടെ കുറേ വെറൈറ്റി ഓഫ് ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഏത് സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താമരക്കുളം ഉണ്ടല്ലോ, കൊല്ലം ആലപ്പുഴ ബോർഡറിൽ താമരക്കുളം എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അടുത്തുള്ള വയ്യാങ്കരയാണിത്. ഇത് വയ്യാഞ്ചിറ ഗ്രീൻ ഫോറസ്റ്റിലാണ്. ഇതിപ്പം റീസെൻ്റായിട്ട് വന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ എൻ്റെ കുഞ്ഞമ്മച്ചിയുണ്ട്, ബാക്കി എല്ലാവരും ബാക്കിൽ നടക്കുകയാണ്. നമ്മൾ ഈ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലൊരു എൻട്രി കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് എൻട്രി ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 റുപ്പീസാണ്. പിന്നെ നേരെ കാണുന്ന ആ സ്പേസിൽ നിന്ന് നമുക്ക് ബോട്ടിങ്ങിനും പിന്നെ ചിൽഡ്രൻസ് പാർക്കിനും വേണ്ടിയിട്ടുള്ള ടിക്കറ്റും എടുക്കണം. ബോട്ടിങ്ങിന് ഒരാൾക്ക് 100 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ 7 പേരുണ്ട്, 700 റുപ്പീസായി. അതുപോലെ തന്നെ ഏത് ബോട്ടിംഗ് വേണമെങ്കിലും നമുക്ക് പ്രിഫർ ചെയ്യാം. ഇവിടെ മെയിനായിട്ടുള്ളത് കയാക്കിംഗ്, പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഏതിൽ വേണമെങ്കിലും പോകാനും സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ ഒന്നിച്ച് നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി. പിന്നെ നമ്മൾ ആരൊക്കെ ഇതിലൊക്കെ പോകുമെന്നുള്ളൊരു ഡിസിഷനായിരുന്നു അത്. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഡിസിഷൻ എടുത്തിട്ട് നേരെ ബോട്ടിങ്ങിന് പോവാണ്. ഞങ്ങൾ 4 പേരും കയാക്കിങ്ങിനും അമ്മമാർ സ്പീഡ് ബോട്ടിങ്ങുമാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് സ്ഥലത്ത് പോയപ്പോൾ അവിടെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ശരി അന്ന് ഹോൾഡ് ചെയ്ത് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത് നമ്മുടെ അമ്മയുടെ ഫോട്ടോ ആണെങ്കിൽ പിങ്കി സദ്വിതയും കൂടെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് അവിടെ ആൾക്കാരൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ നേരെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയി. എനിക്കിവിടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ കുറേ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതിന് സിപ്പില്ല, അതിൻ്റെ ക്ലിപ്സൊക്കെ പോയിട്ടുണ്ട്. ഇനി വന്ന ആൾക്കാർ ഇത് നശിപ്പിക്കുന്നതാണോ അതോ ഇവർ ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാത്തതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നേരെ കയാക്കിങ്ങിന് പോവാണ്. അപ്പം ഞാനും വിഷ്ണുവും ഒന്നിലും പിങ്കി സത്വിതയും വേറൊന്നിലും ഫ്രണ്ട് ആൻഡ് ബാക്ക് ആയിട്ടാണ് പോണത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഒരു എൻഡിലെത്തിയിട്ട് കുറച്ച് നേരം അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ചു. ഇവിടുന്ന് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ സൺസെറ്റ് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ എൻഡിലൊരു സ്പേസ് ഉണ്ട് കേട്ടോ, അവിടെ വന്നു. അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫി എടുക്കാൻ നല്ലൊരു സ്പോട്ടാണിത്. അപ്പം നമുക്കിവിടെ നല്ല ഫോട്ടോസ് കിട്ടും നമുക്ക്. അപ്പം ഇവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഞങ്ങൾ നേരെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങളിവിടെ പോയതൊരു സാറ്റർഡേ ഈവനിങ് ആയിരുന്നു. അപ്പോൾ ആ സാറ്റർഡേ ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ പോയ ഡേ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ കുട്ടികളുള്ള ആൾക്കാരൊക്കെ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ വരും. അതുപോലെ നിങ്ങൾ കായംകുളം, ഭരണിക്കാവ് ഏരിയയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം നേരെ ഇപ്പോൾ വീട്ടിലേക്ക് തിരിയാണ്. പോകുന്ന വഴിക്ക് ഇപ്പോൾ നമ്മൾ ഈ പാലം കടന്നതും ലെഫ്റ്റ് സൈഡിൽ ഒരു കഫറ്റീരിയ പോലെയുണ്ട്. അവിടെ നമുക്ക് വേണ്ടുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. ശരിക്കും എനിക്ക് ഈ സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ള ആ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ സൈഡിൽ വരുവാണെങ്കിൽ വയ്യാങ്കര ഗ്രീൻ ഫോറസ്റ്റ് എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. വലുതായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ബോട്ടിംഗ് ആണ് ഇവിടെ മെയിൻ. ബോട്ടിങ്ങും ചിൽഡ്രൻസ് പാർക്കും പിന്നെ നമുക്ക് ഈ സൺസെറ്റ് ഒന്ന് എൻജോയ് ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതിയെ ഇവിടെ നിന്ന് നടക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഇവിടുന്ന് തിരിച്ച് കയറി പോകുമ്പോൾ നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു ഇറക്കത്തിലല്ലേ വന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ഇറക്കമൊക്കെ നമ്മൾ തിരിച്ച് പോകുമ്പം കയറണം. അപ്പോൾ പിങ്കി സത്യതയും പറഞ്ഞു ഞങ്ങളത് ഓടിക്കയറാമെന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടി നേരെ അങ്ങനെ ഓടി. എന്നെക്കൊണ്ട് ഓടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ പതിയെ നടന്നാണ് പോയത്. നമ്മളിങ്ങനെ തിരിച്ച് നടന്നു വരുമ്പോൾ ഈ ഉപ്പുമാങ്ങ എന്ന് പറയുന്ന ഈ കടയുണ്ടല്ലോ, ഈ കട ഭയങ്കര നമുക്ക് ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നും. നന്നായിട്ട് കളർഫുള്ളായിട്ട്. അത് മാത്രമല്ല അവിടെയുള്ള എല്ലാവരും അവിടെ നിന്ന് സാധനം വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടെംപ്റ്റിംഗ് ആയിട്ട് അവിടെ നിന്ന് 2 ഐറ്റംസൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നേരെ 6:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വണ്ടിയിൽ കയറി നമ്മളുടെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. ശരിക്കും ഇതൊരു ചെറിയ വ്ളോഗാണ്. പക്ഷേ നിങ്ങൾ ഈ ഏരിയയിൽ വരുവാണെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് നോക്കണം ഈ സ്ഥലത്ത്.